ബാംഗ്ലൂരിൽ നിന്ന് ശ്രീ ജോസഫ്, വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ, ലോകപരിചയമുള്ള ആളുകൾ, മറ്റ് പല മേഖലകളിലും വളരെ പ്രഗത്ഭരായിരിക്കും. പക്ഷെ അവർ ഇത്തരം ആളുകളുടെ മുന്നിൽ പോയി അവർ പറയുന്ന എന്ത് പൊട്ടത്തരവും ചെയ്യുന്നവരായി മാറുന്ന നിരവധി ആളുകൾ. എന്താണ് സംഭവിക്കുന്നത്? ശ്രീ ജോസഫ്, താങ്കൾക്ക് പറയാം. ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്, പറഞ്ഞു. ഇത് നമ്മുടെ ഒരു മതാടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇന്ത്യയിലുള്ള 99% ആൾക്കാർ. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുകയും അതിന് വലിയ വില കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പല ക്രിക്കറ്റേഴ്സിനെയും പല രാഷ്ട്രീയക്കാരെയും കണ്ട് അവരുടെ കൈ ചരട് കെട്ടിയിരിക്കുന്നത് കിരൺ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ അത് ഈ ലീഗലൈസ് ചെയ്യുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. അതായത് ഇതുപോലെ ബോർഡൊക്കെ വെച്ചിട്ട് ഈ പരിപാടികൾ നടത്തുന്നവർക്ക് ഒരു പെട്ടിക്കട നടത്തണമെങ്കിലും ലൈസൻസ് വേണം. അപ്പൊ ഇവർക്ക് എന്ത് ലൈസൻസ് ആവുള്ളതെന്നുള്ള അതിന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, നമ്മുടെ പത്രമാധ്യമങ്ങളിൽ, കാരണം ലീഡിംഗ് മലയാളം പേപ്പറുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അഡ്വർടൈസ്മെന്റ് കോളത്തില് ഈ തരം ആൾക്കാർ പരസ്യം കൊടുക്കുന്നു. ഇവര് കുറച്ച് ഉത്തരവാദിത്വ ബോധം ഈ പത്രങ്ങൾക്ക് വേണ്ടേ? ഈ ഇങ്ങനെയുള്ള പരസ്യം കൊടുക്കുമ്പോൾ വെറും പണത്തിന് വേണ്ടി ഈ തരം പരസ്യങ്ങൾ കൊടുക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന്, ഈ കള്ളന്മാരെ കണ്ടുപിടിക്കുക, നല്ലവരായിട്ടുള്ളവരെ അവരെ വിടുക. അത് എല്ലാ വിശ്വാസത്തിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ പള്ളികളിലൊക്കെ, ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ചില എണ്ണ കൊടുക്കും ചില പള്ളികളിൽ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറും. ഇതിനെപ്പറ്റി എ.ടി. ഗോവർ ഒരിക്കൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാനത് പറഞ്ഞോട്ടെ, സമയത്തിലായിരിക്കും. അദ്ദേഹം ഈ നോർത്തില് യാത്രയ്ക്ക് പോയി. അപ്പം പോയപ്പോഴത്തേക്ക് ഗംഗാ നദിയിൽ അവിടേക്ക് പോകുന്ന അവളുടെ അമ്മ പറഞ്ഞു, മോനെ ഇച്ചിരി വെള്ളം അവിടുന്ന് കൊണ്ടുവരണം എനിക്ക് ഗംഗാ നദി എന്ന് പറഞ്ഞു. കോവൂര് തിരിച്ച് തിരുവല്ല സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാണ് അമ്മ ഈ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ആ റെയിൽവേ അവിടെ ഉണ്ടായിരുന്ന പൈപ്പിൽ നിന്ന് ഒരു കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് അമ്മയുടെ കൊണ്ട് കൊടുത്തു. അമ്മ ഇത് ഗംഗാ നദി എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് അമ്മയ്ക്ക് വന്ന പല അസുഖങ്ങൾക്കും ഈ വെള്ളം കയറി കുടിച്ചു പുള്ളി അസുഖം പോയെന്നാണ് കോവൂര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അതിൽ നിന്ന് നമുക്ക് വരെ മൊത്തത്തിൽ മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള കള്ളസ്വാമികളെ തെരഞ്ഞു പിടിക്കാനായിട്ട് പോലീസ് സംവിധാനം പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ആകെ കടം കൊണ്ട് നിൽക്കുകയായിരിക്കും, പക്ഷേ ഏതെങ്കിലും ഇത്തരം കക്ഷികൾ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഇന്ന പൂജ ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ആരാധനാലയത്തിൽ പോയി കുടുംബത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എല്ലാ മാറും എന്ന് പറഞ്ഞാൽ കടം വാങ്ങിച്ച് പിന്നെയും കടം വാങ്ങി അവിടെ പോവുകയും ഈ ഭീമമായ പണം ചെലവാക്കി ഈ പൂജ നടത്തുകയും ഒക്കെ ചെയ്യുന്ന എത്രയെങ്കിലും ആളുകൾ കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ അഭിപ്രായത്തില് ഇത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു അന്ധവിശ്വാസം, ഈ അന്ധവിശ്വാസവും അനാചാരവും നമ്മുടെ മനുഷ്യ മനസ്സുകളിൽ നിന്ന് മാറുന്ന എന്നോ അന്നേ നമുക്കെല്ലാം ഒരു നല്ല കാലം വരുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ സർക്കാരുകൾ ഇതിന് പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം. കാരണം ഇത്തരം ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടാത്ത അവസ്ഥ, അതായത് ജയിലിലിടണം തീർത്തും. അങ്ങനെ ഒരു 1-2 ആളെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കുറേ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഈ നിയമ വ്യവസ്ഥയിലാണ് പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കൂണ് പോലെ ഇത്തരം സംഭവങ്ങളൊക്കെ വളർന്നു വരുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് കണ്ടില്ലേ, സ്പാ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ എന്തൊരു അവസ്ഥയാണ് നമ്മുടെ നാട്, ചിന്തിക്കാൻ പറ്റുന്നത്. കേരളം ഇന്ന് ഏതോ ഒരു പ്രാന്താലയത്തിന്റെ അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മോശമായിട്ടാണ് ഇപ്പൊ കേരളം പോകുന്നത്. ഇത് എല്ലാവർക്കും അറിയാം. ഇതിന് നിയമസംഹിതകൾ, പുതിയ നിയമങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്. അത്രയേ ഉള്ളൂ സാർ. ശരി, ശ്രീ സന്തോഷാണ് പ്രതികരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.